ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് നമ്മുടെ ഓൺലൈൻ ക്ലാസ്സിന് യൂട്യൂബ് വീഡിയോസ് റെക്കോർഡ് ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി സ്റ്റാൻഡാണ്. അതെങ്ങനെ ഉണ്ടെന്ന് കാണാം നമുക്ക്. ആദ്യമേ നമുക്കൊരു അക്രിലിക് ഷീറ്റ് വേണം, പിന്നെ ഒരു അലുമിനിയം എൽബാർ ഇതിനകത്ത് വേണം, DCP ഷീറ്റ് വേണം, ഒരു തീർന്ന ഗ്ലൂ സ്റ്റിക്കിൻ്റെ ബോട്ടിൽ വേണം, ഇതുപോലെ 2 പേന വേണം, ഒരു PVC പൈപ്പ് വേണം. ഇത് നമ്മൾ ഫ്ലാറ്റൻ ചെയ്ത് ഷീറ്റേക്ക് എടുക്കും, ഇത് പിന്നീട് കാണിക്കും. സൂപ്പർ ഗ്ലൂ വേണം, പൈപ്പ് സോർബൻറ്റ് വേണം. സ്റ്റാൻഡിൻ്റെ ബേസിന് വേണ്ടി ഞാൻ ഉപയോഗിക്കുന്നത് CCTVയുടെ ഇതുപോലത്തെ ബാക്ക് പോർഷനാണ്. സപ്പോർട്ടിന് വേണ്ടി ഇത് തന്നെ ഉപയോഗിക്കണമെന്നില്ല, ഇതുപോലത്തെ ക്ലാം മെക്കാനിസങ്ങളും അല്ലെങ്കിൽ വേറെ സാധനങ്ങളൊക്കെ ഉപയോഗിക്കാം. എൻ്റെ കയ്യിൽ CCTVയുടെ സാധനം ഉണ്ടായിട്ട് ഞാനത് ഉപയോഗിച്ചു മാത്രം. ഇനി നമ്മൾ PVC പൈപ്പിൽ നിന്ന് ഇതുപോലൊരു ക്ലാമ്പ് ഉണ്ടാക്കിയെടുത്ത് നമ്മുടെ ഗ്ലൂസ്റ്റിക് ബോട്ടിലിനെ ഫിക്സ് ചെയ്ത് നിർത്താൻ ഈ ക്ലാമ്പ് സഹായിക്കുന്നത്. അത് പിന്നീട് കൂട്ടുകാർക്ക് മനസ്സിലാവും. PVC പൈപ്പിൽ നിന്ന് നമുക്ക് ഇതുപോലെ ഒരു സർക്കുലർ ഡിസ്കും വേണം, അത് കട്ട് ചെയ്തെടുക്കുക. ഗ്ലൂ സ്റ്റിക്കിനെ ഈ കാണിക്കുന്ന വിധം മോഡിഫൈ ചെയ്തെടുക്കണം. ഞാൻ 2 പേനയാണ് ഉപയോഗിക്കുന്നത്. അടി ബേസുള്ള പേനയാണെങ്കിൽ എനിക്ക് ഒറ്റ പേന മതിയാവും. ഇതിപ്പോൾ അതിനടിയിൽ ബേസ് ഇല്ലാത്തത് കാരണം എനിക്ക് വേറൊരു പെന്നിൻ്റെ പീസ് ഇതിനൊക്കെ കട്ട് ചെയ്ത് വെക്കേണ്ടി വന്നു. അവസാനം എല്ലാം സെറ്റ് ചെയ്ത് റെഡിയാക്കുമ്പോൾ ഇതുപോലെ ഇരിക്കും. സ്ക്രൂ നമുക്ക് ഇതുപോലെ ടൈറ്റ് ചെയ്യാൻ പറ്റും. നമ്മുടെ ആ ഗ്ലൂ സ്റ്റിക്കിൻ്റെ ക്യാപ്പിൽ സോൾഡറിങ് ഞാൻ വെച്ച് ഇതുപോലെ ഹോളിടുക. ഇതോടെ കൂടി നമ്മുടെ ഗ്ലൂ സ്റ്റിക്ക് ബോട്ടിൽ മോഡിഫൈ ആയിട്ടുണ്ട്. ഷീറ്റിൽ കട്ട് ചെയ്തെടുക്കേണ്ട ടെംപ്ലേറ്റ് ആണിത്. ടെംപ്ലേറ്റ് അനുസരിച്ച് പാർട്സുകളെല്ലാം കട്ട് ചെയ്തെടുക്കുക. എല്ലാം കട്ട് ചെയ്ത് കഴിയുമ്പോൾ ഇതുപോലെ ഇരിക്കും. ഇനി ഇതെല്ലാം നമ്മൾ സെറ്റ് ചെയ്യണം. അലുമിനിയം എൽബാറിൽ നിന്ന് ഞാൻ കട്ട് ചെയ്ത ഭാഗങ്ങളൊക്കെ ഇതിനൊക്കെ റിബറ്റ് വെച്ച് ചേർത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഈ പാർട്സ് എല്ലാം ഒരു സ്ക്രൂ ഉപയോഗിച്ച് ജോയിൻ ചെയ്ത് വയ്ക്കും. അലുമിനിയം എൽബാറിൽ ഇതിനകത്ത് ബെഡ് ഉണ്ടാക്കിയത് ഒരു ബെഞ്ച് ബേസിൻ്റെ സഹായത്തോടെയാണ്. അത് ബെഞ്ച് ബേസിൽ നമ്മൾ അലുമിനിയം എൽബാർ ഇതിനൊക്കെ സെറ്റ് ചെയ്തിട്ട് ചെറിയൊരു ഹോൾസ് കൊടുത്തൊന്ന് ബെൻഡ് ചെയ്തെടുക്കാം. അപ്പോൾ കൂട്ടുകാർ ഇതിനൊക്കെ ബെൻഡിങ് കൊടുക്കാം. ഇനി നമ്മൾ മുന്നേ ഉണ്ടാക്കി എടുത്ത ആ ക്ലാമ്പും ഡിസ്കും ഒക്കെ ഇല്ലേ, അതിൽ നിന്ന് ആ ഡിസ്കും ക്ലാമ്പും ഇതുപോലെ പൈപ്പ് സോൾവെന്റ് വെച്ച് ഫിക്സ് ചെയ്യുക. പിന്നീട് നമുക്ക് സ്ക്രൂ ചെയ്യാനുള്ളത് കൊണ്ട് സ്ക്രൂ ഡ്രൈവറിൻ്റെ സ്റ്റെബിലിറ്റിക്ക് വേണ്ടി ഇതേപോലെ ഹോൾ കൊടുത്തു. പിന്നെ നമുക്ക് ആ CCTVയിൽ തന്നെ കുറച്ച് ഭാഗങ്ങളൊക്കെ എടുക്കാനുണ്ട്. അതിൽ ആവശ്യമുള്ള ഭാഗങ്ങളൊക്കെ കട്ട് ചെയ്തിട്ട് ഇതിനൊക്കെ ഹോളൊക്കെ ഇട്ട് പിന്നെ MCL ഉപയോഗിച്ച് എല്ലാം സെറ്റ് ചെയ്തെടുക്കുക. അപ്പം നമ്മുടെ ക്ലാമ്പിൻ്റെ പണിയൊക്കെ ഒരുവിധം കഴിഞ്ഞു. ഇനി നമുക്ക് ഫൈനൽ അസംബ്ലിയിലേക്ക് കിടക്കാം.
അവസാനമായി ഒരു ACP ഷീറ്റിന്റെ സഹായത്തോടെ നമ്മുടെ സ്റ്റാൻഡിന്റെ ബേസ് ഉണ്ടാക്കുന്നു. ACP ഷീറ്റിന് ആവശ്യമായ മാറ്റങ്ങളൊക്കെ വരുത്തുക. സ്ക്രൂവിന്റെ സഹായത്തോടെ അത് ഫിക്സ് ചെയ്ത് നിർത്തുന്നു. അതാ കൂട്ടുകാരെ, നമ്മുടെ സ്റ്റാൻഡ് റെഡിയായി. ഏത് രീതിയിലും ഏത് ആംഗിളിലും വെക്കാൻ പറ്റുന്ന ഒരു അടിപൊളി സ്റ്റാൻഡ്. ഞാൻ എൻ്റെ യൂട്യൂബ് വീഡിയോസും റെക്കോർഡ് ചെയ്യുന്നത് ഈ സ്റ്റാൻഡ് ഉപയോഗിച്ചാണ്. കൂട്ടുകാർക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. പുതിയ വീഡിയോയുമായി ഇനിയും കാണാം.